Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 5 PSC ചോദ്യങ്ങളെക്കുറിച്ചും അവയുടെ ഉത്തരങ്ങളുമാണ് വിശകലനം ചെയ്യാനായി പോകുന്നത്. സമയം കളയാതെ തന്നെ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1949 നവംബർ 26. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ്: 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. നവംബർ 26 ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചത് 2015 ദേശീയ നിയമദിനം എന്നും നവംബർ 26 അറിയപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം: തുല്യജോലിക്ക് തുല്യവേതനം, സൗജന്യ നിയമസഹായം എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭാഗം 4. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ്: ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുരോഗതിക്ക് ഓരോ പൗരനും അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഗാന്ധി ആശയങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. ഇന്ത്യൻ ഭരണഘടന ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൂന്നാമത്തെ ചോദ്യം: ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരവുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭാഗത്ത് വരുന്ന പ്രസ്താവനകളുടെയും തത്വങ്ങളുടെയും ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ഈ ഭാഗം അറിയപ്പെടുന്നു. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1900 നവംബർ 26. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നാലാമത്തെ ചോദ്യം: രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര? ഉത്തരം 250. ഉത്തരവുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ്: രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 നിലനിർത്തിയിരിക്കുന്നു. ഇതിൽ 238 അംഗങ്ങളെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലേക്ക് 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. രാജ്യസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 80-ാം വകുപ്പാണ്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. അഞ്ചാമത്തെ ചോദ്യം: ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കർ. ഉത്തരവുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ്: ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ് ആണ്. താങ്ക് യു.